ഹായ് ഫ്രണ്ട്സ്, ഞാൻ അൽത്തു കാസർഗോഡാണ്. അപ്പോൾ ഇന്നലെ ഞാൻ നമ്മളെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണന്റെ ഒരു റിവ്യൂ കൊണ്ട് നമ്മളെ മാർക്കോ മൂവി, അപ്പോൾ അതിനെ കുറിച്ചിട്ട് കുറച്ച് സംസാരിക്കാൻ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് അപ്പോൾ നമ്മളെ സായി കൃഷ്ണക്കുള്ള ഒരു റിപ്ലൈ ആണ് ഇത്. അപ്പോൾ ആദ്യം ഒരു കാര്യം പറയാം, മിസ്റ്റർ സായി, നിങ്ങളെ ഞങ്ങൾ പ്രേക്ഷകർ ഇതുവരെ കണ്ടത് ഒരു അത്യാവശ്യം ഒരു നല്ലൊരു അഭിപ്രായം പറയുന്ന ഒരാളാണ്. പിന്നെ നിങ്ങൾ ബിഗ് ബോസിലേക്ക് പോയതിന് ശേഷം നമുക്കൊക്കെ അറിഞ്ഞു നിങ്ങൾ ഇതൊന്നുമില്ല, വെറുതെ ഒരു അഭിപ്രായങ്ങൾ മാത്രമാണ്. അപ്പോൾ നമ്മളെ മാർക്കോ സിനിമ ഞാനും കണ്ടിട്ടുണ്ട്, നല്ല അടിപൊളി മൂവിയാണ്. പക്ഷെ ഞാൻ റിവ്യൂയിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ നമ്മുടെ സായി കൃഷ്ണ പറഞ്ഞ അഭിപ്രായവും വേറെ എല്ലാവരും പറഞ്ഞ ഒരു അഭിപ്രായം രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സായിയുടെ റിവ്യൂയിലേക്കൊന്ന് പോകാം. അതിനുശേഷം നമുക്ക് സായിക്ക് നല്ല അടിപൊളിയായി നമുക്കൊരു മറുപടി കൊടുക്കാം. ഓക്കെ, മാർക്കോ കണ്ടിറങ്ങി. വയലൻസ്, വയലന്റ്, ദ മോസ്റ്റ് വയലന്റ്, എക്സ്ട്രാ വയലന്റ്, ഓവർ വയലന്റ്, വയലൻസ് തിയേറ്ററിലൊന്നും തന്നെ അത് കേട്ട് ഞാനൊരു കാര്യം പറയാം. ഓക്കെ, വയലന്റ് മൂവി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് നോക്കി കഴിഞ്ഞാൽ ദിസ് ഈസ് ബ്രൂട്ടലി വയലന്റ്. ബ്ലഡ് ബാത്ത് അല്ല, അത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ലിമിറ്റേഷന്റെ ഒക്കെ മുകളിൽ പോയിട്ട്, അതായത് ഒരു ബ്ലഡ് ബാത്ത് നിങ്ങൾക്ക് മാറിയിട്ട് ഒരു ബ്ലഡ് ഷവർ എന്നുള്ള രീതിയിലും കാര്യങ്ങൾ മാറിയിട്ട് ഇങ്ങനെ ചോര പുഴ അങ്ങനത്തെ രീതിയിലുള്ള ബ്രൂട്ടൽ സീൻസ് ആണ് ഇതിന്റെ സെക്കൻഡ് ഹാഫ്. സോ ഞാൻ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഫാമിലി കുട്ടികളായിട്ടൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നവരാണെങ്കിൽ, ഞാൻ പറയുന്നത് എല്ലാവരും പറ്റി പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് ദേർ ആർ സം ഫാമിലീസ്, സം പീപ്പിൾ, അവർക്ക് ഇത് കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് യോ എന്നൊരു ഫീലിംഗ് അടിക്കുന്നവർക്ക് ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു ഡൈജസ്റ്റ്. ഇങ്ങനത്തെ സിനിമകൾ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്, കാണാറുണ്ട്. സോ ഫോർ മീ ഏത് സിനിമ അറിയുന്നതുകൊണ്ടും ഈ സംഗതികൾ കാണാൻ, ആ ക്രാഫ്റ്റ് കാണാനുള്ള ഇഷ്ടം കൊണ്ട് വൈ ലൈക്ക് ഇറ്റ്. അങ്ങനെയല്ല, എനിക്ക് അങ്ങനെ തന്നെ ആരോടുള്ള ദേഷ്യം കൊണ്ടോ പ്രശ്നം കൊണ്ടോ ഒന്നുമല്ല. നമ്മള് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും ആരാണെങ്കിലും മക്കളൊക്കെ ആയിട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഇത് ഉൾക്കൊള്ളാം. കുട്ടികളെ കാണിക്കാനോ എനിക്ക് 18+ ആണ് കുട്ടികളെ കൊണ്ടുപോകാൻ പാടില്ല. 18+ ആണ് കുട്ടികളെ കാണിക്കാൻ പാടില്ലാത്ത, ആഫ്റ്റർ ശേഷമാണ് കുട്ടികളെ കാണിക്കാൻ പാടില്ലാത്ത ഒരുപാട് സാധനങ്ങൾ. അതിന് അച്ഛനമ്മമാർക്കാണെങ്കിലും ഇത് ഉൾക്കൊള്ളാൻ പറ്റും, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ആരാണെങ്കിലും ലൈനാ. നോക്കുക, ആദ്യം തന്നെ പറയുന്നുണ്ട് 18+ അല്ലാത്ത ആൾക്കാർക്ക് ഇത് പോയി കഴിഞ്ഞാൽ ഒരു പണി കിട്ടുമെന്ന്. അപ്പോൾ സായും നമ്മുടെ ജിത്തുബായും ആദ്യം തന്നെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ആരും ഈ സിനിമ അങ്ങ് എങ്ങനെയെങ്കിലും പൊട്ടിക്കണം ഈ മൂവി. സായിയുടെ ലക്ഷ്യം എന്താണ്, എങ്ങനെയെങ്കിലും ഒരു 10 പേരെങ്കിലും തിയേറ്ററിലേക്ക് പോവാതിരിക്കുന്നതാണ് എൻ്റെ കഴിവെന്ന് പറഞ്ഞിട്ടാണ് സായി ഇത് ഇടുന്നത്, നമുക്കൊക്കെ അറിയാം. നോക്കുക, അതിനുശേഷം നമുക്ക് സായിയുടെ ഒരു അഭിപ്രായം എന്ത് നോക്കാം. നമുക്ക് ഈ സായിയുടെ ഈ വീഡിയോസ് ഫുള്ളായിട്ട് അങ്ങ് നോക്കിയാൽ നമുക്ക് അതത്ര സെറ്റ് ആവില്ല, ഭയങ്കര ലെങ്ത് കൊടുക്കും. അപ്പോൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കടക്കാം. നമ്മുടെ സായി പറയുന്നതൊന്ന് കേടുക. ഇതൊരു ഡിഫറൻസ് സാധനം, അതൊക്കെ വേറെ ഡിഫറൻസ് സാധനങ്ങൾ. പക്ഷേ സ്റ്റിൽ ഇതേ ജോണറിലുള്ള പടങ്ങൾ, അതായത് വയലൻസ് റിവെഞ്ച് ജോണറിലുള്ള ഇങ്ങനത്തെ സിനിമകളിൽ ശരിക്കും പാസ് ശരിക്കും വർക്ക്ഔട്ട് ആവണം. ഇത് സെന്റിമെന്റ്സിന് എനിക്ക് പേഴ്സണലി ഒട്ടും ഒരു സെന്റിമെന്റും കണക്ട് ആയിട്ടില്ല. ഈ വയലൻസ് പിന്നെ കണക്ട് ആയി, എന്താ പറയുക, വയലൻസ് പടാണ്, അതുകൊണ്ട് വയലൻസ് കാണിക്കണം എനിക്ക് തോന്നിയില്ല. പല സ്ഥലത്തും വയലൻസ് മോശിക്കുന്നുണ്ട്. അപ്പോൾ പാസം എനിക്ക് പേഴ്സണലി ഇതിന്റെ ഫാമിലി സെന്റിമെന്റ്സ്, ആ ഡ്രാമ പ്ലോട്ട് എനിക്ക് ഒട്ടും എനിക്ക് വർക്ക് ആയിട്ടില്ല. ബട്ട് എഗെയിൻ ഞാൻ പറഞ്ഞു, ഈ സിനിമ ഞാൻ കണ്ടു, ഞാൻ പേഴ്സണലി കണ്ടു. ഒരു മിനിറ്റ് ഇപ്പൊ ഇതിന്റെ ബാക്കി വെക്കാം. അപ്പോൾ സായി പറയുന്നുണ്ട് സായിക്ക് അത് അത്ര വർക്കായിട്ടില്ലെന്ന്. അപ്പോൾ നമുക്ക് സായി ബിഗ് ബോസിലേക്ക് പോയി സായിയുടെ കളിയൊക്കെ നമുക്കൊക്കെ വല്ലാതെ എല്ലാവർക്കും, അതായത് കേരളത്തിലുള്ള ഈ ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും വല്ലാതെ അങ്ങ് വർക്കായില്ല നമ്മളെ സായി അവിടെ കളിച്ച ഗെയിമും കാര്യങ്ങളൊക്കെ. അപ്പോൾ സ്വയം കുറച്ചെങ്കിലും ചിന്തിക്കണം. ഇത്തിരി ബുദ്ധി ഉണ്ടെങ്കിൽ നെഗറ്റീവ് പറയുമ്പോൾ സ്വയം ഒന്ന് ചിന്തിച്ച് നെഗറ്റീവ് പറയും. പൊന്നു സായി, ഞാനൊന്നും പറയില്ലായിരുന്നു, ഈ സിനിമ അത്രമേൽ നെഗറ്റീവായെന്ന് നമുക്കൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഇത്ര നല്ല മൂവിനെ സായി ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നുണ്ട്. നോക്കാം. ഈ പറഞ്ഞ ഓവർ ഹൈഡ് വയലൻസ് എന്നുള്ള സാധനത്തിന് മുകളിൽ തന്നെയാണ് ഞാൻ കണ്ടത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയാം, പടത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ കംപ്ലീറ്റ് ബിൽഡപ്പ്, കംപ്ലീറ്റ് ബിൽഡപ്പ്. പക്ഷെ പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് മൊത്തം ബിൽഡപ്പ് കൊണ്ടുപോയതില്ല. വളരെ കുറവായിരുന്നു. വില്ലന്മാരങ്ങോട്ട് കേറി അടിച്ചത്, എസ്പെഷ്യലി നമ്മുടെ ഇയാള് ജഗദീഷ് തൂക്കി അടിച്ച് സാധനം എടുത്തിട്ട് കൊണ്ടുപോയി. ജഗദീഷ് രക്ഷപ്പെട്ടു. കോൾഡ് റോളുകളിലെ ചില പെർഫോമൻസിലെ ചില സാധനങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ആ സിനിമ ബാക്കി ആരുള്ളതിനേക്കാൾ കൂടുതൽ മൂപ്പരിക്കുന്നത് കയ്യടി സാധനം കിട്ടും. രക്ഷപ്പെട്ടു, വലിയ മഹാനല്ലേ പറയുന്നത്. പതിപോലെ കിട്ടുന്ന സാധനങ്ങൾ കിട്ടി പോയിട്ടുണ്ട്. അതൊരു നോർമലി വളരെ ഈസിയാണ്. ജഗദീഷ് സിദ്ദിഖെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ റോളുകൾ, ഈ കോൾഡ് സാധനങ്ങൾ ഈസി ആയിട്ട് ചെയ്ത് തഴപ്പിച്ച ആ വില്ലൻ കോൾഡ് സാധനങ്ങൾ അവർ വളരെ ഈസി ആയിട്ട് ചെയ്യുന്നത്. അത് ആളുകൾ ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പറയാനുള്ളത് ആക്ഷനൊക്കെ ചെയ്യുന്നത് നടന്ന ശീലമുള്ള ഒരാൾ തന്നെയാണ്. നല്ലൊരു KGF പോലെ നമ്മൾ ഒരു ആക്ഷൻ ചെയ്യുന്ന ആൾ എങ്ങനെ ചെയ്യണം, അത് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. സ്റ്റാർ അടിപൊളിയാണ്.
മാർക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടർ, അതാണ് ഈ സിനിമേന്റെ ഒന്നെങ്കിലും പോസിറ്റീവ് പറഞ്ഞു. ക്യാരക്ടറിന്റെ സ്റ്റൈൽ അടിപൊളിയാണ്, കോസ്റ്റ്യൂംസ് അടിപൊളിയാണ്, ഓഹോ swag അടിപൊളിയാണ്. And coming to the fight especially, നല്ല എഫേർട്ട്. അതിന് സെക്കൻഡ് ഓഹോ. അപ്പൊ നമ്മളെ സായിക്ക് കുറച്ചും പോസിറ്റീവും പറയാൻ അറിയാം. ഉണ്ണിമുകുന്ദൻ മാത്രമാണ് പ്രശ്നം, ബാക്കി എല്ലാവരും പൊളിയാണ്. നമ്മളെ അഭിനയിച്ച സിദ്ദിഖിക്ക പൊളിയാണ്, പിന്നെ ജഗന് ശേഷം പൊളിയാണ്, പിന്നെ അത്യാവശ്യം ബാക്കി എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ പൊളിയാണ്. മറ്റേ ഉണ്ണിമുകുന്ദൻ മാത്രം പോരാ. ഓക്കെ, ഒരു ഫൈറ്റ്, ഒരു കോഴിക്കോടുള്ള ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പുൾ ഓഫ് ചെയ്യാൻ വളരെ പാടാണ്. സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത് അവര് ഭയങ്കര പാടുള്ള പരിപാടിയാണ്. നന്നായിട്ട് പുൾ ഓഫ് ചെയ്തു. പക്ഷെ ഞാൻ പറയട്ടെ, എനിക്ക് ഇതിനകത്തൊരു ഓവർ ഡോസ് ഓഫ് വയലൻസ് കാണിച്ചത് ഫൈൻ, ദാറ്റ്സ് ഓക്കെ, ഓവർ ഡോസ് കാണിച്ചാലും ഇറ്റ്സ് ഫൈൻ. പക്ഷെ വയലൻസിലോട്ട് എത്തുമ്പോൾ ഇതിനകത്ത് കുറെ സാധനങ്ങൾ നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് തോന്നി. എനിക്കിത് വയലൻസിന് വേണ്ടി വെച്ച എക്സ്ട്രാ ഫിറ്റിംഗ് ഞാൻ പറയാം. ഒരാളെ ഒരു നായകൻ അടിക്കാൻ പോകുമ്പോൾ അല്ല പൊന്നാല സായി, ഇതെന്ത് എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്യാൻ വലിയ മിഷന് അതുപോലത്തെ സാധനം എന്തെങ്കിലും നിർമ്മിക്കുന്നതാണോ? പറയേതാലും അടിക്കിട്ടില്ല, ഇരുമ്പോട്ട് അടിയിട്ടാലും കൈ കൊണ്ട് അടിയിട്ടാലും ടൊമാറ്റോ പാക്കറ്റ് പൊട്ടണോ അതിൽ ചൊരപ്പ്. അല്ല, ഈ സായി പറയുന്നുണ്ടല്ലോ ഭയങ്കര ഓവറാണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കും, ഇത് സിനിമയല്ലേ? അങ്ങനെ ഇതും അപ്പൊ നമ്മൾ KGF കണ്ടവരാണ്, നമ്മൾ ബാഹുബലി കണ്ടവരാണ്, അതൊന്നും അപ്പൊ ഓവർ അല്ലേ? അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ വിജയിച്ചു പോയത്? ഒരു സിനിമയാകുമ്പോ കുറച്ച് ഓവറൊക്കെ ഉണ്ടാവും എന്റെ പൊന്നാര സായി. അപ്പൊ അതിനുശേഷം നമുക്ക് സായിന്റെ കൂടെ നോക്കാം. ഇത് പല റിയൽ ആണല്ലോ. അപ്പൊ ഇനി ഞാനൊരു കാര്യം ചോദിക്കാം പൊന്നാര സായി, അപ്പൊ ഈ സിനിമ റിയൽ എന്ന് പറയുന്നത് എന്തിന്? സിനിമ നമ്മൾ സിനിമയായിട്ട് കാണണം. അപ്പൊ ഇതില് അങ്ങനൊക്കെ ഉണ്ടാവും, അത് സിനിമയാണ്, അത് റിയൽ അല്ല സായി. അപ്പൊ റിയൽ ആണെങ്കിൽ നമുക്ക് ഇതിന് സിനിമ പിന്നെ എന്തിനാണ് പേരിടുന്നത്? നോക്കാം. ഓക്കെ, അതൊക്കെ നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ആവും സായി പറയുന്നത്. ഓക്കെ, അപ്പൊ എൻജോയ് ചെയ്യാൻ പറ്റും നമ്മളെ സായി. അപ്പോ കുറച്ച് പോസിറ്റീവ് ഒക്കെ ഉണ്ട്. നോക്കാം ഹൈൻസ് നമ്മളെ സായി എന്ത് പറയുന്നുണ്ട്. നമ്മുടെ സായിക്ക് കൈയടിക്കാൻ തോന്നിയ സത്യമാണോ സായി? ഓക്കെ ഓക്കെ, ഓഹോ. അപ്പൊ രക്ഷപ്പെട്ട്, അപ്പൊ സായി കൈയടിച്ച മൂവി രക്ഷപ്പെട്ടു തന്നെയാണ്. നമുക്ക് മഹാനല്ലേ, ബിഗ് ബോസിന്റെ കിരീടം കൊണ്ടുവന്ന വലിയൊരാളില്ലേ, അതായത് അത്രയും മികച്ചൊരു സായിയാണ്. ഉണ്ണിമുകുന്ദൻ ഇത് ഉണ്ണിമുകുന്ദനെ ആക്കി പറഞ്ഞതൊന്നും അല്ല. ഓക്കെ, അതായത് ഉണ്ണിമുകുന്ദന്റെ ഡയലോഗ് അത്ര പോരാ. അപ്പൊ നമുക്ക് സായിയെ കൊണ്ട് തന്നെ കുറച്ച് പറയിപ്പിക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ അത് കുറെ അങ്ങ് നീട്ടുന്നില്ല. ഇതിന് നല്ല ഞാൻ പുതിയൊരാളാണ്, അപ്പോൾ ഇതിനൊരു നല്ല റെസ്പോണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ പാട്ടിടുവാണെങ്കിൽ നോക്കാം. അപ്പൊ ഞാൻ കുറച്ച് നമ്മളെ അണ്ണന്റെ കുറച്ച് നമ്മളെ ഈ കമന്റ് ബോക്സ് ഒന്ന് വായിക്കാം. ഓക്കെ, നമുക്ക് അതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി സംസാരിക്കാം. ഉണ്ണിയോടുള്ള അസൂയ ഈ റിവ്യൂവിൽ ഉടനീളം, ഈ റിവ്യൂവിന് ആരും തലവെക്കല്ലേ, കറക്റ്റാണ് പറഞ്ഞത്. അതായത് ഉണ്ണിയോട് സായിക്ക് നല്ല പകയുണ്ട്. അതുമല്ലാണ്ട് സായിക്ക് എങ്ങനെയെങ്കിലും ഒന്നും കൂടി വൈറലായി പോകണം, വ്യൂസ് കിട്ടണമല്ലോ, പൈസ ഉണ്ടെങ്കിലേ അരി മേടിക്കാമല്ലോ, അതിനുള്ള പരിപാടിയാണ് ഈ നെഗറ്റീവ് പറഞ്ഞത്. അതിനുശേഷമുള്ള ഒരു കമന്റും കൂടി വായിക്കാം. ഈ റിവ്യൂ കേട്ടതിന് ശേഷം ഇവനു തെറി കേട്ടതിൽ തെറ്റില്ല എന്ന് തോന്നിയ ആളുകൾ ഇവിടെ കമോൺ. അതായത് മുമ്പ് കുറെ തെറിയൊക്കെ കിട്ടിയല്ലോ നമ്മളെ സായിക്ക് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സായിക്ക് അങ്ങനെയൊന്നും പറയണ്ട, ഒരാളല്ലേ സായി, ഒരു നല്ല രീതിയിൽ അവിടെ കളിച്ചു അങ്ങനെയൊക്കെ പറയുന്ന ചില ആൾക്കാർ വന്ന് പറയുന്നതാണ്. ഓനപ്പൊ നിങ്ങൾക്ക് കൊടുത്തത് നന്നായി, ഇനിയും കൊടുത്തോളും. ഇപ്പൊ മനസ്സിലായ നിനക്കു അന്ന് തെറി കേട്ടതിൽ ഒരു തെറ്റുമില്ല. ഓഹോ, ഇപ്പൊ മനസ്സിലായല്ലേ അന്ന് തെറി. അപ്പൊ ഞാൻ മലയാളം റീഡ് ചെയ്യുന്നതിൽ ചെറിയ പ്രശ്നം ഉണ്ടാവും, കാരണം ഞാൻ കന്നഡ മീഡിയമാണ് പഠിച്ചത്. അപ്പൊ അതൊന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. ഓക്കെ, മൂവി റിവ്യൂ പേഴ്സണൽ ഇഷ്യൂ, യെസ് കറക്റ്റ്, ഈ ചങ്ങായി പറഞ്ഞത് വെറും കറക്റ്റ് ആണ്. അപ്പം ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ, ബൈ.